ഹലോ ഗൈസ്, ഡ്രീം ട്രാവൽ 2.0 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ നാട്ടിലെ തന്നെ പ്രശസ്തമായ കാറൽമണ്ണയിലെ ചീനക്കപ്പാറ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഇതാണ്ടോ ബാക്ക് നോക്കിയേ, ഞങ്ങൾ എവിടെ നിക്കണതാണ്ടോ, വേറെ ലെവല് സ്ഥലമാണ് ഇതൊക്കെ. ഇവിടുന്ന് വീടാ കഴിഞ്ഞു കണ്ടോ, ഇത് നോക്കിക്കട്ടോ. ഈ സൈഡും ഇവിടെ വീണ ഇവിടെ കൊക്ക, ഇവിടെ വീണ ഇവിടെയും കൊക്ക, രണ്ട് സൈഡ് അതിന്റെ സെന്ററിലാണ് നമ്മള് നിക്കണത്. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കെ, ഞങ്ങൾ വരുന്ന വീഡിയോസ്. എന്തായാലും ഈ വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ. നമ്മൾ ഈ നാട്ടിലെ തന്നെ ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലം, അങ്ങനത്തെ സ്ഥലമാണ് നമ്മൾ കാണിച്ചു തരാൻ പോണത്. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, വീഡിയോ കണ്ടിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മള് പോവാറായിട്ട് എത്താറായി. നമ്മളങ്ങോട്ട് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ കാറൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചീനക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. അതായത് ഒരു മലയാണ്, അതിൻ്റെ അവിടെ ഒരു കോറി ഉണ്ട്. ആ മലയോട് ചേർന്നിട്ട് തന്നെ ഒരു കോറി ഉണ്ട്. അതേപോലെ അവിടെ ഒരു അമ്പലം ഉണ്ട്. അമ്പലം കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ, ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. നമ്മൾ ആ മലയുടെ മുകളിലേക്ക് വണ്ടിയൊക്കെ കയറ്റാറുണ്ട്, അത് കാണിച്ചു തരാം അവിടെ പോയിട്ട്. എന്തായാലും ഈ വഴിയാണ് വരിക. അപ്പോൾ നമ്മളെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സംഭവം വേറെ ലെവലാണ്. കുറേ ആൾക്കാരെ കണ്ടിട്ടോ അവിടെ, ആരാന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഗൈസ്, അടിപൊളിയാണ്, നല്ല സ്ഥലം. അതാണ് കേട്ടോ അമ്പലം, ആ മോള് കാണുന്നതാണ് അമ്പലം. എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം സ്ഥലം. അമ്പലം അപ്പൊ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടോ, നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ വലിയ സീനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോ നമ്മളെ കേരള സർക്കാരിന്റെ വണ്ടിയാണ് പോണത്. നമ്മളിവിടെ വന്നപ്പോ അവരിവിടെ ഉണ്ടാകുന്നു. അവര് ഇതേമാതിരി പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വേറെ ലെവല് സ്ഥലമായിട്ട് കണ്ടോ, ബാക്കൊക്കെ നോക്കിയേ, ഫുള്ള് സെറ്റ് കണ്ടോ, അപ്പൊ വേറെ ലെവല് സ്ഥലമാണ്. ഞങ്ങൾ കണ്ടത് അതിന്റെ മുകളിലേക്കൊക്കെയാണ് ഞങ്ങൾ വണ്ടി കയറ്റിയിരുന്നത്. ഇതിന്റെ മുകളിലേക്ക് ഞാൻ എന്തായാലും കയറ്റി കാണിച്ചു തരാം. അപ്പൊ അതിനങ്ങനെ ട്രൈ ചെയ്യാൻ എന്തായാലും വണ്ടി കയറ്റാന്. അതുപോലെ സ്ഥലം വേറെ ലെവലാട്ടോ. ഇവിടെ കുറെ സ്റ്റോറികളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താന്നുള്ള ഐഡിയ അല്ല. അതാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് വൈബ് കാണിക്കാൻ വേണ്ടി നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരുപാട് ഇതുപോലെ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു. ഞങ്ങൾ അനങ്ങമല അതന്നെ കണ്ടില്ല നിങ്ങൾ, എന്ത് രസമുള്ള സ്ഥലം. അതുപോലെ വേറൊരു സ്ഥലമാണിത്. ഇപ്പം ഈ രണ്ട് മലകളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടൊരു സംഭവമാണ് കേട്ടോ. എന്തെന്നറിയോ, ഈ ഹനുമാന് നമ്മുടെ മറ്റേ കുരുത്തമല അല്ല, ആ മല ഏറ്റിട്ട് പോകുമ്പോൾ അതിന്ന് മറ്റേ വീണ് പോയ അംശങ്ങളാണ് ഇത്. അതുപോലെ നമ്മുടെ അനങ്ങമല, അതൊക്കെ അങ്ങനെ ആണെന്നുള്ളൊരു അതെ നമ്മളെ പഴയ ആൾക്കാർ, നമ്മളൊക്കെ ഇപ്പോൾ വളർന്നു വന്ന തലമുറകളാണല്ലോ. നമ്മളിങ്ങനെ കേട്ടറിവുകൾ മാത്രമാണ്, പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണിത്. ഇതൊക്കെ അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അറിയുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. എന്താ പറഞ്ഞാൽ നമ്മുടെ അത്രയും അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജനിച്ചു വളർന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമുണ്ട്. അതുപോലെ ഈ സ്ഥലം നോക്കിയേ, എന്ത് രസമാണെന്ന് നോക്കിയേ, ലെവല്. ഇതിന്റെ മുകളിൽ ആൾക്ക് ചെക്കന്മാരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. നല്ല വൈബ് സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ മലൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തി, നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കയറി പോവുകയാണ്. സംഭവം വൈബ് സ്ഥലമാണ് കേട്ടോ, അടിപൊളിയാണ്. നമ്മളിതാ മുകളിലേക്ക് എത്താറായി ഗൈസ്. അപ്പോൾ ഗൈസ് ബാസി ഓടി വരുന്നുണ്ട്. നല്ല സ്ഥലമായിട്ട്, വൈബ് സ്ഥലം. അതാണ് കേട്ടോ, ആ കാണുന്നതാണ് അമ്പലം. എന്തായാലും കാണിക്കാൻ നോക്കാൻ ശ്രമിക്കാം മാക്സിമം. അവിടെ പോയിട്ട് എന്താ ലെവലിൽ നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് കാണിക്കാം. ഫസ്റ്റ് നമ്മൾ വൈബ് കാണിച്ചു തരാം ഗൈസ്. കയറി ഇവിടെ എത്തി. കയറി കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് ഗൈസ്. അവിടെ കുറേ ചെക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ ഗൈസ്. നല്ല വൈബ് സ്ഥലം, അടിപൊളിയാണ്. എന്തായാലും ഇങ്ങോട്ട് വന്ന് നോക്കണം. സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. കാറൽമണ്ണ ചീനക്കപ്പാറ എവിടെ ചോദിച്ചാൽ മതി, കാറൽമണ്ണ വന്നിട്ട് അപ്പോൾ അറിയാം.
ഗൈസ് ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇതിന് മുകളിലെത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. തവളകൾ 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 തവളകൾ. പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ കോറിണ്ട് പറഞ്ഞില്ലേ, ഇതാട്ടോ. അവൻ വീഴണ്ട, വീടാ പോയി, കയ്യിൽ നിന്ന് പോയി. ഫോണൊക്കെ വീണാലേ സംഭവം വേറെ ലെവലാണ്. ഇതുണ്ടോ, ഇതിന്റെ ഇവിടെ 2 കോറിയാണ്. ഒന്ന് ഇതിൽ ഫുള്ള് മീനും കുറെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ ഈ കോറിയിൽ. ഇതിൽ നല്ല ഇത് വളർത്തുന്നതാണ് ഡൗട്ട് ഉണ്ട്. ഇതിൽ നല്ല മീനുണ്ട്. എന്താണ് വളർത്തുന്നതാകുമ്പോഴാണല്ലോ അങ്ങനത്തെ കൂടുതൽ മീൻ വരാൻ ചാൻസ്. ഇത് വളർത്തുന്ന തോന്നുന്നുണ്ട്. ഇത് ചെറിയൊരു പൊട്ടക്കിണറാണ്. കിണറൊന്നല്ല, കിണർ പോലെ തോന്നിയെങ്കിലും കിണറല്ല. ഞങ്ങൾ സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ വഴിക്ക് വേണം. ഇഞ്ചി മിഠായി ഷൂല് വെള്ളം കയറിടാ. അല്ല ഗൈസ്, ഷൂല് വെള്ളം കയറി ഗൈസ്. അതുപോലെ അപ്പുറത്ത് തന്നെയുള്ള കോറിയാണ് ഇത്. ഇതിൽ വെള്ളം കുറവാട്ടോ. ഇതിൽ കണ്ടോ നിലം കാണുന്നുണ്ട്, കണ്ടോ. പക്ഷേ ഇതിനെ വന്നാൽ മതിയായിരുന്നു. എൻ്റെ ഷൂല് ഫുള്ള് വെള്ളം കയറി. അപ്പോൾ ഇത് കണ്ടോ, അതാണ് നമ്മളെ. ഇതിൽ ആഴല്ല, ഇതിൽ ആഴം കുറവാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാനൊക്കെ സുഖം, ധൈര്യത്തോടെ ഇറങ്ങാം. എന്താ പറഞ്ഞാൽ കൊണ്ടില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇതങ്ങനെയല്ല ഗൈസ്. ഇത് ഫസ്റ്റ് ഇത് സംഭവം നോക്കിയപ്പോ പറ്റിയില്ല, പിന്നെ ഇത് കൊയ്ച്ച് നോക്കിയപ്പോ ഇത് കണ്ടോ. ഇത് നൈസാണ്. ഇത് അടിപൊളി കൊളയല്ല, സോറി, കോറിയാണ്. അവിടെ കണ്ടു നീർക്കോലി ഗൈസ്. ഇവിടെ നീർക്കോലി. അത് നീർക്കോലിയാ? ആ, നീർക്കോലി, വലിയ നീർക്കോലി. എവിടെ? അതറാ നീർക്കോലി. നീർക്കോലി തല പൊക്കി നിക്കണ്ട്, കണ്ടാ. തല നോക്കി നിക്കണ്ട്, കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. റിസ്ക് എടുക്കണ്ട. ഇതിന്റെ ഈ അറ്റത്ത് പോയി ഞങ്ങളില്ല നൈറ്റ്. ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരും കേട്ടോ. ഞങ്ങള് ഇതിപ്പോ ഇപ്പോഴല്ല, ഇതിന് മുന്നേ ഇതിന്റെ അറ്റത്തൊക്കെ പോയിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ബോക്സിൽ പാട്ടൊക്കെ വെച്ച് വൈബായിട്ട് ഇരിക്കും. അത് ഈ സമയത്തിലാട്ടോ. ഇപ്പൊ ഒരു 4 മണി ആ ടൈമാണ്. ഒരു 6 മണിക്ക് ശേഷം വൈകിട്ടും വരും. പിന്നെ നമ്മള് വെയിലൊക്കെ ഒന്ന് ആറി സെറ്റ് ആവുമ്പോ, അതെ നമ്മള് കണ്ടോ, വെയിലൊക്കെ ഒന്ന് ആറി സെറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ആകെ ചേഞ്ച് ആവും. മൊത്തത്തിൽ ക്ലൈമറ്റ് തന്നെ ആകെ മാറി വേറെ ലെവലാവും സ്ഥലം. പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടോ, ഇവിടെ വേറെ സംഭവം കാണുന്നുണ്ട്. കണ്ടോ ഈ ഗ്യാപ്പിലൂടെ നോക്കിയേ, അതൊരു പുഴയാട്ടോ. നമ്മളവിടേക്ക് പോയി കാണിച്ചു തരാം. അത് നല്ലൊരു പുഴയാണ്. നല്ലൊരു പുഴ മീൻസ് നല്ലൊരു പുഴ, വലിയ പുഴയാണ്. അതെ, കാറൽമണ്ണ പുഴ. അത് ഈ കാറൽമണ്ണയാണ് ഈ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഈ പുഴ മാത്രമല്ല, നമുക്ക് തൂതപ്പുഴയുണ്ട്. തൂതപ്പുഴ നമുക്കുള്ള തന്നെയാണ്, പാലക്കാട്ടുകാർക്കുള്ളതാണ് തൂതപ്പുഴ. അതെന്താന്ന് വെച്ചാൽ കാരണം മലപ്പുറം പാലക്കാട് അതിർത്തിയാണ്. അതായത് ഈ മലപ്പുറം പാലക്കാട് അതിർത്തി ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അവരതാണ് എന്നുള്ളൊരു വർത്താനം ഉണ്ടാവുമല്ലോ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പാലക്കാട് ജില്ലക്കാരതാണ്. അത് നമ്മുടേതാണ് ഗൈസ്, നമ്മുടേതാണ്. രണ്ടിടത്ത് വീണാലും കിട്ടേണ്ട പണി കിട്ടും. നിങ്ങടെ പോര് പക്ഷേ ഇങ്ങോട്ട് പോര്, റിസ്ക് എടുക്കണ്ട. അതെ. അപ്പം എന്തായാലും ഗായ്സ്, ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ നാട്ടിലെ കാഴ്ചകൾ. ഇനിയും കണ്ടോ, ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. നമ്മളെ നാട്ടിലെ തന്നെ, നമ്മളെ നാട്ടിൽ എന്താ പറഞ്ഞാൽ കൂടുതലും ഇതുപോലെ മലകളും അതേപോലെ കാടുകളും അങ്ങനത്തെ ഏരിയയാണ്. അതാണ് നമുക്ക് റിപ്പീറ്റ് ഇങ്ങനെ മലകളും കാടുകളും കാണിക്കേണ്ട അവസ്ഥ വരുന്നതുകൊണ്ടാണ്. അതെ ഞങ്ങൾ കാട്ടുമുക്കൊന്നല്ല, ഞങ്ങളെ ടൗൺ പറഞ്ഞാൽ വേറെ ലെവലാണ്. ടൗണിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട്. നമ്മൾ ചെപ്പശ്ശേരി ടൗണിനെ പറ്റിയുള്ള വീഡിയോ അത് വേറെ വരുന്നുണ്ട്. അതല്ല നമ്മൾ നാട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതങ്ങനെ മലപ്രദേശമാണ്. അതാണ് നമ്മൾ ഈ മലയുടെ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇനിയും നമ്മളെ നാട്ടിൽ മലകൾ വേറെ ഉണ്ട്. പക്ഷേ ഒക്കെ കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ചടപ്പാവും. എന്നാലും നമ്മൾ മാക്സിമം ഒരുവിധം സ്ഥലങ്ങൾ അധികം എല്ലാവരും അറിയുന്ന, നമ്മുടെ നാട്ടിൽ ഒരുവിധം എല്ലാവർക്കും ഈ സ്ഥലങ്ങൾ അറിയാം. പിന്നെ അറിയാത്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ ഫാമിലിയിൽ. അപ്പോൾ അവർക്ക് കൂടിയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങൾ കാണിക്കണത്. ഇതുണ്ടോ എന്ത് രസമാണ് നോക്കിയേ, വേറെ വലുതുണ്ടോ.
സംഭവം വേറെ ലെവലാട്ടോ. വേറെ വൈബ് സ്ഥലം. എന്താണല്ലേ നമുക്ക് ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ വീഡിയോ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. അതെ അമ്മിനിയെന്ന് അറിയില്ല. അല്ലേ നമ്മള് ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നത് നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് കോറി അതുപോലെ അതിന്റെ മുകളിലേക്കായിട്ട് ഈ മല വരുമ്പോ നല്ല രസവും കാണാന്. വേറെ ലെവലാവൂലേ അതെ പ്രശ്നമില്ല, കുഴപ്പമില്ല. നമ്മൾ ഉള്ളതുകൊണ്ട് പോകണം പോലെ അറിയില്ല. അതേമാതിരി നമ്മള് നമുക്ക് ഇതുമ്മേ നമ്മള് മാക്സിമം ഉഷാറാക്കി നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ വിചാരിക്കണം. എന്തായാലും ഇഷ്ടപ്പെട്ടതിന് ഞങ്ങൾ മറക്കരുത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. അപ്പോൾ എന്താണേലും നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം കേട്ടോ. ഇനിയും ഞങ്ങൾ വേറെ സ്ഥലം നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെയാണ് ഈ പുഴ വരുന്നത്. പുഴ എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുളിക്കാൻ വരുന്ന സ്ഥലമാണ്. നല്ല ആളുണ്ട് കേട്ടോ, പക്ഷെ എന്നാലും അടിപൊളി സെറ്റ് സ്ഥലമാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് അക്കരെ ഇക്കരെ നീന്തി കളിക്കാറൊക്കെ ഉണ്ട്. വലിയ പുഴയാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഒലിവില്ലാത്തൊരു പുഴയാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ നമുക്ക് സുഖത്തിൽ അപ്പുറം നീന്തിയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ ഒന്നുണ്ട്, നമ്മളെ അടിപൊളി അമ്പലമാണ് ഇവിടെ. അവിടുത്തെ അമ്പലം അടിപൊളിയാട്ടോ, വലിയ അമ്പലമാണ്, കുഴപ്പമില്ലാത്ത അമ്പലം. വലിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു, അത്യാവശ്യം എല്ലാ പരിപാടികളും ഇവിടുത്തെ വലിയൊരു ആഘോഷം. ഈ നാട്ടിൽ നമ്മളെ കാറൽമണ്ണയിൽ നല്ലൊരു ആഘോഷം നടക്കുന്ന ഒരു അമ്പലമാണ് അത്. പിന്നെ നമ്മൾ ഇതിന്റെ മോൾ ഭാഗം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. പോരി ഈ നൊണാറിക്കാണ് കയറാൻ പറ്റില്ല. ഇതുണ്ടോ ഇവിടുന്ന് ഒന്ന് സ്ലിപ്പായ ഒന്നിങ്ങോട്ടോ പറഞ്ഞാൽ കഴിഞ്ഞു കായ്സ് കേട്ടോ. ഇവിടെയും ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇനി പോവാം. ഇനി ഇതിനെ പോണില്ല, അതിനെ പോയ വെള്ളാവും. ഇനി ഇപ്പുറത്ത് കൂടെ പോവാം. ഇങ്ങോട്ട് വന്നിട്ടിരിക്കാം. അതെ, ഇവിടെ ഫുഡൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തിട്ട് വന്നിരുന്ന് കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതിൻ്റെ താഴത്ത് ഭാഗത്ത് ഒന്ന് പോയി നോക്കാം. അതേപോലെ ഇത് നമ്മുടെ ഒരു അമ്പലമാട്ടോ ഈ ഭാഗം വരുന്നത്. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അവിടെ നമുക്ക് പറ്റുണ്ടാവില്ല, ചാൻസ് കുറവാണ്. ഞാൻ ഇവിടുന്ന് ലോങ് നിന്ന് കാണിച്ചു തരാം കേട്ടോ ഏകദേശം. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ആ ക്ഷേത്രം വരുന്നത്. അപ്പോഴേ ഈ കാണുന്ന വഴിയുണ്ടാവും, ഈ വഴിയാണ് ഈ ക്ഷേത്രത്തേക്ക് പോയത്. നമ്മളെ ഈ സ്ഥലത്തിന് ശരിക്കും പറയാ കാളിക്കടവ് എന്നാണ്. കാളിക്കടവ് ക്ഷേത്രമാണ് അത്. അതേപോലെ ഇത് കാളിക്കടവ് മഹാകാളി ഗുഹക്ഷേത്രമാണ്. ഗുഹ കൊണ്ടുള്ളൊരു ക്ഷേത്രമാണ് സംഭവം. അത് പണ്ട് ആരോ കൊത്തി ഉണ്ടാക്കിയതാവാൻ ചാൻസ് ഉണ്ട്. ഗുഹക്ഷേത്രം കേട്ടോ, ഗുഹക്ഷേത്രമാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ പറ്റുണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. നമ്മളിനി പോണത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകണില്ല. നമ്മൾ വേറൊരു ചലഞ്ച് ഇട്ടിരുന്നില്ലേ, നമ്മൾ വണ്ടി ഇതിൻ്റെ മുകളിൽ കയറ്റണത്. നമുക്ക് ഞാൻ കാണാം. ഞാനെന്തായാലും വണ്ടി കയറ്റാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. നടക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ ഒരു ബ്ലൂപ്പർ കിട്ടും, അല്ലെങ്കിൽ അത് വിജയിക്കും. എന്തായാലും ഞാൻ നോക്കി നോക്കട്ടെ. നമ്മളെ വണ്ടി അതാട്ടെ നിൽക്കണേ. വണ്ടി ചെക്കൻ. അപ്പോൾ ബാസി അവിടുന്ന് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് മുകളിൽ പോയിക്കാം. അപ്പം എങ്ങനെയൊക്കെ കയറ്റിന് നോക്കാമല്ലോ. പാറൻ്റെ മുകളിലേക്കാണ് വണ്ടി കയറ്റിന്, ചില്ലറ പരിപാടിയൊന്നുമില്ല. പക്ഷെ അവൻ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവനിങ്ങനെ വണ്ടി കയറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, അവൻ പറഞ്ഞതാണ്. എന്തായാലും നോക്കി നോക്കാം. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ബാസി അവിടുന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അയ്യ പൊളി പൊളി പൊളി. ചലഞ്ച് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മളെ ചെക്കൻ വണ്ടി കയറ്റിയിട്ടുണ്ട് പാറിൻ്റെ മുകളിലേക്ക്. ഏറ്റവും ടോപ്പിലാണ് കേട്ടോ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്തത് പുഴ, നമ്മളെ പുഴയും അമ്പലവും അത് കാണിച്ചു തരാം. അപ്പം ഇനി നെക്സ്റ്റ് ചലഞ്ച് താഴത്തേക്ക് ഇറക്കണം.
ഗൈസ് ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചെറിയൊരു സാധാ റോഡ് പോലെയാണെന്ന്. പക്ഷെ അതല്ല, ഇത് കുറച്ച് വലിയ റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. ഗൈസ് അടിപൊളിയാണ് കേട്ടോ, നല്ല വൈബ് സ്ഥലമാണ്. അതേപോലെ തന്നെ ബാസി നമ്മളെ എന്തായാലും ജയിച്ചിരിക്കുന്നു ഗൈസ് നമ്മളെ ചലഞ്ചിൽ. നമുക്ക് മണ്ടി വെക്കാം. ഹലോ, എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വണ്ടി കയറ്റപ്പോ? ആദ്യമായിട്ടല്ലോ. ഓ അങ്ങനെ. ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ വണ്ടി മുകളിൽ കയറ്റാറുണ്ട്, അതുകൊണ്ടാണ് പിന്നെ നമുക്കൊരു ധൈര്യം. അതന്നെ. അപ്പൊ എന്തായാലും നമ്മൾ പുഴ കാണിച്ചു തരാം കേട്ടോ. പുഴ കാണിക്കണതിന് മുന്നേ അമ്പലത്തേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് ഇതാണ് നമ്മളെ അമ്പലത്തേക്കുള്ള വഴി. ഇത് ആദ്യം പറഞ്ഞ വഴിയൊന്നും ഉണ്ടാകുന്നില്ല, ഇപ്പോൾ ഇതിലേക്ക് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വഴിയൊക്കെ തന്നിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കണ NN രാജീവാണ്. എന്തായാലും അടിപൊളിയാണ്, അമ്പലമൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നം കാരണം കൊണ്ടൊന്നും അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പാർക്കിങ് ഇവിടെ അധികം പറ്റില്ല, പൊതുവഴിയാണ് പൊതുസ്ഥലമല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളിയാണ്. പിന്നെ ഇതാണ് നമ്മളെ മല. ഇനിയിപ്പോൾ എന്തായാലും അടുത്തത് നമ്മൾ പുഴ കാണിച്ചു തരാം ഗൈസ്, പുഴ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഈ മല നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇത് ഇനി നമ്മൾ ഇനി നേരെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ഇപ്പോൾ നല്ല തണുത്ത കാറ്റാട്ടോ അല്ലേ. എന്താ പറഞ്ഞാൽ ഒന്നാമത് പുഴയോട് ചേർന്നിട്ടാണ് ഈ ഒരു മല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നല്ല തണുത്ത കാറ്റാണ് വരുന്നത്. എന്തായാലും ഞങ്ങൾ പുഴ കാണിച്ചു തരട്ടെ. ഞങ്ങൾ സ്ഥിരമായിട്ട് വന്ന് കുളിക്കണം, ഞാൻ പറഞ്ഞു ഓൾറെഡി. ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് ഒക്കെ സെറ്റാവും, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശരിയാവും. അപ്പോൾ ഞങ്ങൾ പുഴയും കൂടി ഒന്ന് കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നമ്മൾ വല്ലാണ്ട് വലിച്ച് നീട്ടി നിങ്ങൾ വെറുപ്പിക്കണില്ല. പുഴ പിന്നെ നമ്മളാരും കാണാത്തൊന്നല്ല, ഇങ്ങനെ നമുക്കറിയാം. എന്നാലും നമ്മുടെ നാട്ടിലെ പുഴ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പുഴയൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പുഴയ്ക്ക് പോകാൻ നേരെ കാണുന്നതാണ്. അവിടുന്ന് മലയിൽ നിന്ന് ഇറങ്ങിയോ നേരെ കാണുന്നത് കേട്ടോ. അവിടുന്ന് നേരെ റൈറ്റ് കയറിയ പുഴയ്ക്കുള്ള റോഡാണ്. അപ്പോൾ നമ്മുടെ പുഴയ്ക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുഴ. ഇത് പിന്നെ നമ്മളെ വാട്ടറിന്റെ വെള്ളം നമ്മുടെ നാട്ടിലേക്കൊക്കെ കുടിവെള്ളമൊക്കെ പമ്പ് ചെയ്യുന്ന ആ ഒരു സ്ഥലമാണിത്. നമ്മളെ കേരള വാട്ടർ അതോറിറ്റി ആട്ടത്. അപ്പോൾ ഇത് നമ്മുടെ പുഴ. നമ്മൾ പിന്നെ വല്ലാണ്ടൊന്നും കാണിക്കില്ല നമ്മളെ പുഴ, നാട്ടിലെ പുഴ. നമ്മുടെ ഡ്രീം ട്രാവൽ എന്നുള്ള ചാനലിൽ നമ്മൾ ചെയ്ത രണ്ടാമത്തെ ട്രാവലിംഗ് വീഡിയോ ആട്ടത്. സംഭവം നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ രണ്ടാമത്തെ ട്രാവലിംഗ് വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നമ്മൾ ഇതിനും കൂടുതൽ ട്രാവലിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇത് ട്രാവലിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ നാടിൻ്റെ അടുത്ത് ഉള്ള നല്ല അത്യാവശ്യം പ്രശസ്തമായൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കാണിച്ചു തരാണ്. ഈ പുഴയ്ക്ക് നമ്മളെ കാളിക്കടവ് പുഴ എന്നാണ് ഈ സ്ഥലത്തിന് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു ഓൾറെഡി, കാളിക്കടവ് അതാണ് ഈ ഭാഗത്തിൻ്റെ. എന്താ പറഞ്ഞാൽ കാളിക്ഷേത്രമാണ് അവിടെ ഉള്ളത്. നമ്മളെ ഗോക്ഷേത്രം ഞാൻ കാണിച്ചു, അതേപോലെ അമ്പലം, അതൊക്കെ ഈ ഭാഗത്ത് ഈ കാളിക്കടവ് എന്നാണ് ഈ ഏരിയക്ക് നമ്മൾ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുഴയ്ക്ക് പേര് നോർമലി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കാളിക്കടവ് പുഴ എന്നാണ് ഈ പുഴയ്ക്ക് പേര് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പുഴ കേട്ടോ. അതോ അത് പുഴയല്ല, അത് പശു. വരുമോ എന്നാ വള്ളത്തിൽ കിടന്ന് ചാടേണ്ടി വരുമോ? മോനെ അടിപൊളി. വെള്ളം കുറഞ്ഞു കേട്ടോ. ഇതിനൊക്കെ വെള്ളം കയറുന്നതാണ്. മഴക്കാലത്ത് അത് വരെയൊക്കെ വെള്ളം ഉണ്ടാവും. തള്ളല്ല
അനുഭവത്തിൽ പറയാണ്. അപ്പോൾ നമ്മളെ ആ വാട്ടർ അതോറിറ്റിയുടെ ഫസ്റ്റ് സ്ഥലം കണ്ടോ, അവിടെ വരെ വെള്ളം കയറുന്നതാണ്. ഇവിടെ മഴക്കാലത്ത് നല്ല വെള്ളം കയറുന്നതാണ്. അതേപോലെ അവിടെ ആ ഭാഗങ്ങളൊന്നും കാണൂല, അത്രയും വെള്ളം ഇവിടെ. ഞങ്ങൾ കുളിക്കാറങ്ങൽ ഈ ഭാഗത്താട്ടോ. ഇതിൻ്റെ സെൻറ്ററിലൊക്കെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. എത്ര ഉണ്ടാവും? ഞങ്ങൾ അക്കരയ്ക്കരയ്ക്ക് ഞങ്ങൾ ദേ അപ്പുറം പോയി ഇപ്പുറം വന്ന് ഞങ്ങൾ കളിക്കലൊക്കെ ഉണ്ട്. പക്ഷെ 2 വട്ടം പോയി വരുമ്പോഴത്തേനും പൊള്ളം വിടും. ഇത് സംഭവം ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവുള്ളൂ. സംഭവമാണ് തോന്നുന്നത്. ഇത് നല്ല നല്ല ലോങ് ഉണ്ട്. ചേട്ടോ എലി ക്യാമ്പ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതൊക്കെ നിൽക്കല്ലേ. ഇത് കണ്ടോ, ഈ സൈഡ് കണ്ട നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതായത് ഈ സൈഡ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം എത്ര ലെങ്ത് വരുന്നുണ്ടെന്ന്. അതായത് ഇപ്പം ഞാൻ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ വലുപ്പം ഉണ്ടോ. ഇത്രയും വലുപ്പം വരുന്നുണ്ട് ഈ സ്ഥലം. എന്താണേലും നമ്മുടെ നാട്ടിൽ അടിപൊളി സ്ഥലമാണ്. ഇനി ഞങ്ങൾ ഒരുപാട് കേട്ടോ, നമ്മുടെ നാട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ മലപ്രദേശമായതുകൊണ്ട് തന്നെ കൂടുതൽ കാടും അതുപോലെ മലകളുമാണ്. അപ്പോൾ എന്താണ് നമ്മൾ മാക്സിമം നമ്മളെല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കാണിച്ചു തരാൻ ശ്രമിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുഴ, അടിപൊളി പുഴ. അല്ല ഞാൻ നിങ്ങളെ വെള്ളച്ചാട്ടം ചെറുതായിട്ട്, വെള്ളച്ചാട്ടമൊന്നുമില്ല എന്നാലും വെറുതെ അരുവി, ചെറിയൊരു അരുവി കാണിച്ചു തരാൻ വിചാരിച്ചാണ്. ഇതെടുത്ത് ചാടണമെന്നാണ്. ഇതെങ്ങനെ എടുത്ത് ചാടുക? വാസിയെ ഇതെടുത്ത് ചാടാം. അതെടുത്ത് ചാടാമല്ലേ, വെള്ളാണ്. നോക്കി നോക്കാം. ഗൈസ് ഓൻ അവിടെ ചെറിയൊരു വെള്ളം, കുറച്ച് ഒലിവുള്ളൊരു ഭാഗമുണ്ട്. ഓൻ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടേ ഓനിത് ചാടാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലോപ്പർ ചാടിക്കോ. ഓനെത്തി. ഇനി ഞാനും ചാടാൻ പോവാട്. ഒന്നില്ലെങ്കിൽ ഞാൻ വീഴും, അല്ലെങ്കിൽ ഞാൻ എത്തി ഗൈസ്. ഞാൻ നിന്നോ വീണു. അപ്പോൾ എന്താണെങ്കിലും പോയി നോക്കട്ടെ. തന്നെയാണ് വഴി. അതുപോലെ തന്നെ ഗൈസ് ഇവിടെ ആയിട്ട് ഞങ്ങള് ഇറങ്ങാറ്. അവിടുന്ന് ഇങ്ങനെ നീന്തി വരും. ഞങ്ങൾ ഇതാണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നീന്തി ഈ ഒലിവിൽ വന്നിട്ട് കിടക്കും. ഇത് ഇവിടെ കിടക്കും. അപ്പൊ വെള്ളം കൂടിയിരിക്കുകയാണ്. ഇതിന്റെ അവിടെ കുറെ പാറകളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന കെട്ടൊക്കെ ഇടറാ, അത് വെള്ളത്തിൽ ഒഴിച്ചു പോയിക്കാൻ തോന്നുന്നു. ഇവിടേക്ക് മറ്റേ നമ്മള് ഈ മണൽ ചാക്ക് വെച്ച് കെട്ടൂലേ, അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതാ ഇവിടുന്ന് അക്കരൊക്കെ ഉണ്ടാകുന്നല്ലോ. അതൊക്കെ ഇവിടെ ശരിയാണല്ലോ. സംഭവം ഒന്നുമല്ല, നമ്മുടെ ഈ 2-3 ദിവസം ഒരു 5-6 ദിവസമായിട്ട് ഫുള്ള് മഴയാണ് നമ്മളിവിടെ. അത് മഴയിൽ പോയതാവാം. നല്ല വെള്ളം കയറിയിരുന്നു. ഈ പുഴ പിന്നെ നേരെ എത്തുന്നത് നമ്മൾ തൂതപ്പുഴയിലൊക്കെ കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ പുഴയിലാണ് തൂതപ്പുഴ, അല്ല പുഴയാണ് തൂതപ്പുഴ. അതെ, നമ്മൾ തൂതപ്പുഴയേക്കാണ് ഈ പുഴ നേരെ ഒഴുകി എത്തുന്നത്. അപ്പോൾ അത് അതേപോലെ ഇവിടെ ഈ ഭാഗം കണ്ടോ, ഇവിടെയും നമുക്ക് ഇരിക്കാൻ, നമ്മൾ പോകാൻ പറ്റിയൊരു സ്ഥലമൊക്കെ ഉണ്ട്. കണ്ടോ അവിടെ പാറയൊക്കെ കാണുന്നുണ്ടോ. അവിടെയൊക്കെ പോയി ഇരിക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ ചൂണ്ടയിടാനൊക്കെ പോകുന്ന ടൈമിൽ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഇരുന്ന് ചൂണ്ടിടാറുണ്ട്. അതേമാതിരി ഇവിടെ ഇരുന്ന് ചൂണ്ടിടാറുണ്ട്. നമ്മളെ ഫിഷിങ് വീഡിയോ ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതെ, നമ്മൾ ഫിഷിങ് വീഡിയോ ഒക്കെ ചെയ്യാൻ പ്ലാനിങ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഫിഷിങ് 4 പുറം നടന്ന് ഫിഷിങ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ നാടിൻ്റെ ഭംഗികൾ ഇതൊക്കെയാണ്. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നതാണ്, പ്രകൃതിനെ ഇഷ്ടപ്പെടുന്നവർ ഇത് ഫുള്ള് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണും. അല്ലാത്തവരെന്തായാലും പെട്ടെന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഓടിപ്പോകും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവരെന്തായാലും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലുള്ള ട്രാവലിംഗ് വീഡിയോസ് ഇനി കൂടുതൽ കാണാൻ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ. നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അവരോട് വേറുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറയാം. അങ്ങനെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേമാതിരി നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഞങ്ങൾ എവിടെയെങ്കിലും പോകണം നമ്മൾ മാക്സിമം. ഒതുങ്ങി വരുന്നുണ്ട്. അതെ, കോവിഡൊക്കെ ഇപ്പോൾ ഒതുങ്ങി ക്ലിയർ ആയി ഓരോന്നായിട്ട് തുറക്കൽ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ട്രാവലിംഗ് ഒക്കെ വരും. അതേമാതിരി ട്രാവലിംഗ് ചെയ്യാൻ പറ്റിയ, അതായത് ടൂറിസം ഏരിയകളൊക്കെ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അവിടെയൊക്കെ പോകാൻ ഞങ്ങൾ പ്ലാനിങ് ഉണ്ട്, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒക്കത്തിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം, അതാണ് നിങ്ങൾക്ക് കൂടി നമ്മുടെ കാണിച്ചു തരാം. ഇത് നമ്മൾക്ക് പോകാനും അതുമാതിരി ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകാനും പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ ഓരോന്ന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. അതുപോലെ ട്രാവലിംഗ് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങൂല, നമ്മൾ എല്ലാ രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും. അതുപോലെ പ്രാങ്കിങ് ഉണ്ടാവും, അതൊക്കെയാണ് മെയിൻ. അപ്പോൾ നമ്മളെന്തായാലും ചെയ്യാം, മാക്സിമം ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. എന്നാൽ നമ്മളെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കേട്ടോ. നമ്മളിത് തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് ചടപ്പി വരരുത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ ഒരു ഇതാണ്, ശരിയാവും. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.